ഹായ് ഫ്രണ്ട്സ്, മൈ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കായംകുളം എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് തെക്കുവശമുള്ള ബായിയുടെ ബജ്ജിക്കട എന്ന ചായക്കടയിലാണ്. കഴിഞ്ഞ 32 വർഷമായി മനോജേട്ടനും മിനിച്ചേച്ചി നടത്തിക്കൊണ്ടിരിക്കുന്ന ചായക്കടയാണിത്. ഇവിടെ എന്തൊക്കെ വെറൈറ്റികളുണ്ടെന്ന് നമുക്ക് മനോജേട്ടനോട് തന്നെ ചോദിക്കാം. വെറൈറ്റി ഐറ്റംസ് ബജ്ജികളുള്ള ഒരു കടയാണത്. അത് ഞങ്ങൾ കിട്ടാതായിട്ടുള്ള മുന്തിരിക്കൊത്ത്, പൈനാപ്പിൾ ബജ്ജി, ഈന്തപ്പഴ ബജ്ജി, അല്ലുകൊണ്ട, മുട്ട ബജ്ജി, മുളക് ബജ്ജി, വാഴയ്ക്ക ബജ്ജി, 25 പരം വെറൈറ്റി ആയിട്ടുള്ള ബജ്ജികളുടെ കടയാണത്. ഞാൻ താമസം തുടങ്ങിയിട്ട് 32 വർഷമായി. ഈ വടക്കൊക്കെ ഈ വടയൊക്കെ ഇവിടുത്തെ എല്ലാ വടകളും 6 രൂപയുള്ളൂ. ഏത്തക്കാപ്പൊക്കെ 10 രൂപ. ബാക്കി വടകളുടെ ബജ്ജികളെല്ലാം 6 രൂപയുള്ളൂ. ഡെയിലി എത്ര മണിക്കാണ് തുറക്കുന്നത്? രാവിലെ ഒരു 11 മണി തൊട്ട് ഒരു 7 മണിയാകുമ്പോഴത്തേക്കും എല്ലാ ഐറ്റവും തീരും. ഈ കടയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കാശില്ലാതെ വരുന്നവർക്ക് ചായ കുടിക്കാം. ഡെയിലി 10-12 ആൾക്കാരുണ്ടാകും. ഒരു ചായയും 2 വടയും ഞാൻ കൊടുക്കും. സാധാരണക്കാർ റോഡിൽ കൂടെ നടന്നു വരുന്നവരില്ലേ? അങ്ങനല്ല, അർഹതപ്പെട്ടവർക്ക് മാത്രമേ ഉള്ളൂ. അർഹതപ്പെട്ട 12ഓളം പേർക്ക് ചേട്ടൻ ഡെയിലി ചായയും വടയും ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. അഥവാ ആർച്ചയായിട്ട് കട തുറക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ചായക്കുള്ള പൈസ ഇവരുടെ കയ്യിൽ എത്തിക്കാറുമുണ്ട്. ഈ പുണ്യപ്രവൃത്തിക്ക് മനോഹരന്റെ കൂടെ സപ്പോർട്ടായിട്ട് മിനിച്ചേച്ചിയും കൂടെയുണ്ട്. ഇതുപോലുള്ള പുണ്യപ്രവൃത്തി ചെയ്യുന്ന മനോഹരനെ പോലുള്ളവരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. കായംകുളത്ത് എരുവയ്ക്ക് തെക്കുവശത്തോടെ യാത്ര ചെയ്യുന്നവർ മാക്സിമം മനോഹരന്റെ കടയിൽ കയറി ചായ കുടിക്കാൻ ശ്രമിക്കുക. ഇതൊന്നും കൂടാതെ ചേട്ടൻ ഓർഡർ അനുസരിച്ച് സാധനങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മനോജേട്ടനും മിനിച്ചേച്ചനും ബായിയുടെ ബജ്ജിക്കടയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ തെക്കുവശത്തോടെ യാത്ര ചെയ്യുന്നവർ ബായിയുടെ ബജ്ജിക്കടയിൽ കയറാൻ മറക്കല്ലേ. ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മടിക്കണ്ട. അങ്ങനെ അടുത്ത വീഡിയോ എത്തുന്ന വരെ ഓക്കെ, ബൈ.